നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കടുങ്ങാത്തുകൊണ്ടിൽ പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആവേശം വാനോളമുയർത്തി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയുടെ പര്യടനം. APJ അബ്ദുൽ കലാം ചാരിറ്റബിൾ ട്രസ്റ്റ് തിരൂർ ഇഫ്താർ മീറ്റ് നടത്തി. രണ്ടര വയസ്സുകാരിയുടെ തലയിൽ കുടുങ്ങിയ കലം സുരക്ഷിതമായി അറുത്തുമാറ്റി. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സംയുക്തമായി ബദർ അനുസ്മരണവും ഇഫ്താറും സംഘടിപ്പിച്ചു. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ലെന്നും സകല വിഷയങ്ങളിലും അവഗാഹമുള്ള മഹാപണ്ഡിതനാണെന്നും കോൺഗ്രസ് നേതാവ് VT ബൽറാം. വിശദമായ വാർത്തകൾ. തിരൂർ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കടുങ്ങാത്തുകൊണ്ടിൽ പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TJ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ നിന്നുള്ള UDF MPമാർ ജില്ലയോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്നും ജില്ലയിൽ പറയത്തക്ക വിധത്തിലുള്ള ഒരു വലിയ പദ്ധതികളും MPമാർ കൊണ്ടുവന്നിട്ടില്ലെന്നും തിരൂരിൽ ഒരു കേന്ദ്രീയ വിദ്യാലയമെന്ന വർഷങ്ങളായുള്ള ആവശ്യം ഇന്നും നിറവേറ്റപ്പെടാതെ കിടക്കുകയാണെന്നും പി നന്ദകുമാർ MLA പറഞ്ഞു. തിരൂർ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കടുങ്ങാത്തുകൊണ്ടിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TJ രാജേഷ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് P ഹംസകുട്ടി, CPM സെക്രട്ടേറിയറ്റ് അംഗം VP സക്കറിയ, CM മൊയ്തീൻകുട്ടി, കൂട്ടായി ബഷീർ, അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, CK ബാവക്കുട്ടി എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ് കൽപ്പകഞ്ചേരി. ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് CPM പ്രദേശത്ത് നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെതിരെ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. വിവിധ ഇടങ്ങളിലെ പര്യടനത്തിനിടെയാണ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഇക്കാര്യം പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ CPM ദുരുപയോഗം ചെയ്യുകയാണ്. പ്രശ്നത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ ശക്തമാക്കുമെന്നും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി. ഇന്ന് തൃത്താല നിയോജക മണ്ഡലത്തിലെ കപൂർ ഭാഗത്താണ് പര്യടനം തുടങ്ങിയത്. ഇന്നത്തെ പര്യടനത്തിൽ കണ്ട നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നുള്ളതും, അതോടൊപ്പം തന്നെ പ്രകൃതി ചൂഷണം ചെയ്യുന്നതോ എന്നുള്ളത് മാത്രമല്ല, നിരവധിയായിട്ടുള്ള ജൽജീവൻ മിഷൻ പോലെയുള്ള പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടും കുടിവെള്ളം നൽകുവാൻ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷമമായി തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ സടക്ക് യോജനയിലൂടെ നിരവധിയായിട്ടുള്ള റോഡുകൾ, അതോടൊപ്പം തന്നെ ഇവരുടെയെല്ലാം വെൽനസ് ഹെൽത്തിൻ്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുന്നതിനായി ആയുഷ് മന്ത്രാലയത്തിൻ്റെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ, ഇവയെല്ലാം ഇവിടെ നടപ്പിലാകുമ്പോഴും യഥാർത്ഥ ബേസിക്കലായിട്ട് അവർക്ക് അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ ഈ പ്രദേശത്തിലെ നിവാസികൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകുന്നില്ല എന്നുള്ളത് വലിയ ഖേദകരമാണ്. ഇരു മുന്നണികളും ഇതിന് കുറ്റക്കാരാണ് എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, ആനക്കര പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശ്മശാനത്തിന് ഭൂമി ഉണ്ടായിട്ടും ഒരു ക്രിമേറ്റോറിയം പോലെയുള്ള അവിടെ ഉള്ള ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും അവിടെ പ്രവർത്തിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇവിടെ ഭരണാധികാരികൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ഈ പര്യടനത്തിൽ കണ്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ വളരെ ആഹ്ലാദത്തിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അവരുടെ വേതനം 180-ൽ നിന്ന് 346 ഉയർത്തുവാൻ നരേന്ദ്രമോദി ശ്രദ്ധിച്ചു എന്നുള്ളതിൽ വളരെയധികം
സന്തുഷ്ടരാണ്. ഈ കരുതൽ തുടർന്നും ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മോദിയുടെ കരുതൽ എല്ലാവരിലേക്കും എത്തിക്കുവാൻ ഒരു അവസരം അവർ തരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ ചാലിശ്ശേരി മുലയംപറമ്പ് ദേവീക്ഷേത്രത്തിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. തുടർന്ന് ചാലിശ്ശേരിയിലെ കപ്പൂരിൽ പ്രവർത്തിക്കുന്ന അനുശ്രീ സ്റ്റീൽ ഇൻഡസ്ട്രീസിലെത്തി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. മലയാളികളും ഇതര സംസ്ഥാനക്കാരും ഉൾപ്പെടെ 100-ലധികം തൊഴിലാളികളുമായി സംസാരിച്ചു. കപ്പൂർ തിരുത്തുങ്ങലിലെ കന്നി വോട്ടർമാരുമായും സ്ഥാനാർത്ഥി സംവദിച്ചു. മോദി സർക്കാരിനൊപ്പം രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ പൊന്നാനിയും അതിന്റെ ഭാഗമാകേണ്ടതിന്റെ പ്രാധാന്യം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പങ്കുവച്ചു. ചാലിശ്ശേരി മല ശിവജി നഗറിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്ഥാനാർത്ഥി സംവദിച്ചു. തൊഴിലുറപ്പ് വേതനം ഉയർത്തിയ മോദി സർക്കാരിന്റെ നടപടിയിൽ തൊഴിലാളികൾ സംതൃപ്തി അറിയിച്ചതായും അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. ചാലിശ്ശേരി മലയിൽ പ്രവർത്തിക്കുന്ന രാജ ഹെൽത്ത് ഏക്കേഴ്സിന്റെ ഭാഗമായുള്ള ആയുർവേദ ആശുപത്രിയിലും ഫാക്ടറിയിലും സന്ദർശനം നടത്തി. APJ അബ്ദുൽ കലാം ചാരിറ്റബിൾ ട്രസ്റ്റ് തിരൂർ ഇഫ്താർ മീറ്റ് നടത്തി. തിരൂർ ബിയാൻകോയിൽ സംഘടിപ്പിച്ച സംഗമം കുർക്കുളി മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. APJ അബ്ദുൽ കലാം ചാരിറ്റബിൾ ട്രസ്റ്റ് തിരൂർ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, BJP ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, ഗഫൂർ P ലില്ലീസ്, അഡ്വക്കേറ്റ് ഹംസക്കുട്ടി, PA ബാവ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ട്രസ്റ്റ് ഭാരവാഹികളായ ഫിറോസ് നാലകത്ത്, ഷാഫി തങ്ങളേഴൂർ, ഗഫൂർ പൊട്ടച്ചോല, ബീരാൻ KM, ഹംസ ലസീസ്, റഷീദ്, വാഹിദ് കൊടിഞ്ഞി എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് തിരൂർ. 2.5 വയസ്സുകാരിയുടെ തലയിൽ കുടുങ്ങിയ കലം സുരക്ഷിതമായി അറുത്തുമാറ്റി. വഴിക്കടവ് കാട്ടിച്ചിറ സ്വദേശി സ്വാലിഹിന്റെ മകൾ 2 വയസ്സുകാരി ഇനാറ കളിച്ചുകൊണ്ടിരിക്കെയാണ് അബദ്ധത്തിൽ അലുമിനിയം കലം തലയിൽ കുടുങ്ങിയത്. രണ്ടര വയസ്സുകാരിയുടെ തലയിൽ കുടുങ്ങിയ കലം സുരക്ഷിതമായി അറുത്തുമാറ്റി. വീട്ടുകാർ പലവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും കലം ഊരിമാറ്റാൻ സാധിക്കാതെ വന്നപ്പോഴാണ് നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഹരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സുരക്ഷിതമായി കലം അറുത്തുമാറ്റുകയാണ് ഉണ്ടായത്. വെട്ട ന്യൂസ് മലപ്പുറം. താനൂർ അൽബസാർ കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സംയുക്തമായി ബദർ അനുസ്മരണവും ഇഫ്താറും സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. താനൂർ ആൽബസാർ കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സംയുക്തമായി സംഘടിപ്പിച്ച ബദ്ർ അനുസ്മരണവും ഇഫ്താറും സർക്കിൾ പ്രസിഡന്റ് CP കാസിം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഹാഫിൾ ബാദുഷാ സഖാഫി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹാജി ഉസ്മാൻ മുസ്ലിയാർ, ഷംസുദ്ദീൻ മുസ്ലിയാർ, ജുറൈജ് സഖാഫി, നൌഷാദ് ഫാളിലി, ഉഥൈൽ മുസ്ലിയാർ, ഷിബിലി ജൌഹരി എന്നിവർ സംബന്ധിച്ചു. വെട്ട ന്യൂസ് താനൂർ. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ലെന്നും സകല വിഷയങ്ങളിലും അവഗാഹമുള്ള മഹാപണ്ഡിതനാണെന്നും കോൺഗ്രസ് നേതാവ് VT ബൽറാം പറഞ്ഞു. തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മാനവ സൗഹൃദ സദസ്സുകളിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കേണ്ട സമയമല്ല. പൊര കത്തുമ്പോൾ കഴുക്കോലൂരാൻ നിൽക്കുന്നവൻ മൂഢനാണ്, ദ്രോഹിയുമാണ്. പൊര കത്തുമ്പോൾ തീ കെടുത്താനാണ് നോക്കേണ്ടത്. നമുക്കെല്ലാം ചേർന്ന് ഈ രാജ്യത്തിനൊരു ഭാവി കെട്ടിപ്പടുക്കണം, ഒന്നിച്ച് നിൽക്കണം, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കണം. അതിനാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനൊറ്റ വഴിയുള്ളൂ, ഒരു സർക്കാർ കൊണ്ടുവരണം, ഒരു സെക്കുലർ ഗവൺമെൻറ്, ഒരു മതേതര സർക്കാർ. അതാണ് നമ്മുടെ നേതാക്കന്മാർ, UDFൻ്റെ നേതാക്കന്മാർ ഇവിടെ സംസാരിച്ച് നിങ്ങൾക്കൊക്കെ അതറിയാം. എല്ലാവരും വളരെ പ്രബുദ്ധരാണ്, സാധാരണക്കാരാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധർ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ഇനിയും കൂടി ഈ ഗവൺമെൻറ് ഇക്കൂട്ടർ അധികാരത്തിൽ വന്നാൽ
രാജ്യത്തെ അവരെങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളത് ഏത് സാധാരണക്കാരനും അതിനെക്കുറിച്ചുള്ള സാംസ്കാരിക വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. സകല വിഷയങ്ങളിലും അതീവ അവഗാഹമുള്ള അദ്ദേഹം പ്രഭാഷണങ്ങൾക്ക് പുറമെ നിരവധി പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതുകയും ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്, അറബി തുടങ്ങിയ പല ഭാഷകളിലും കാവ്യാത്മകമായി സംസാരിക്കുന്ന സമദാനി സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുന്നത് കേട്ടാൽ അത്ഭുതം തോന്നും. സമദാനിക്ക് വോട്ട് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ച പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരോട് മറ്റു എല്ലാ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്കും അസൂയ ഉണ്ടാകുമെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ സമദാനി വിജയിക്കണമെന്നും കോൺഗ്രസ് നേതാവ് VT ബലറാം പറഞ്ഞു. തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മാനവ സൗഹൃദ സദസ്സുകളിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധയിടങ്ങളിലെ സംഗമങ്ങളിൽ മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ മാസ്റ്ററും സംസാരിച്ചു. പൊന്നാനി മണ്ഡലം CPM-ന് വെറും പരീക്ഷണശാലയാണെന്നും ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ തരം അടവ് പരീക്ഷിക്കുകയാണ് അവരെന്നും അദ്ദേഹം പറഞ്ഞു. വെട്ട ന്യൂസ് പൊന്നാനി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.